നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണു. കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം 2024 തുടക്കമായി. കേരളോത്സവത്തിന് മുന്നോടിയായി നടന്ന വിളംബര ജാഥ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്തം നവകേരളം എന്ന ആശയം ഉയർത്തിപ്പിടിച്ച് കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചെവൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന ഊട്ടുതിരുനാൾ പന്തലിന്റെ കാൽനാട്ടൽ ചടങ്ങ് നടന്നു. ഡിസംബർ 3 തിരുനാൾ ആചരിക്കും. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണു. കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി 1ാം സ്ഥാനത്തെത്തി. വിദ്യാലയങ്ങളിൽ നിന്ന് തുടങ്ങി സബ് ജില്ലയിലും റവന്യൂ ജില്ലയിലും പിന്നീട് സംസ്ഥാനത്തുമൊക്കെയായി കുട്ടികൾക്ക് അവരുടെ കലാപ്രകടനത്തിൻ്റെ വിവിധ തലങ്ങളിൽ മത്സരിക്കാനും കൂടുതൽ മികവ് പുലർത്താൻ ആവശ്യമായ പരിശീലനം നേടാനുമെല്ലാം കഴിയുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമാണ് കേരളത്തിലെ സ്കൂൾ കലോത്സവം. ഈ കലോത്സവങ്ങളും ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന നൂറുകണക്കിന് കലാപ്രവർത്തനങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിലെ കലാപ്രവർത്തനങ്ങളുടെ ഒരു അടിത്തറയായി നിലകൊള്ളുന്നു. എത്രയോ അന്യം നിന്നു പോകുമായിരുന്ന കലകളാണ് കുട്ടികൾ മത്സരത്തിന് വേണ്ടിയാണെങ്കിൽ പോലും പലപ്പോഴും മറ്റു താല്പര്യങ്ങളുടെ മുകളിലും അത് അഭ്യസിക്കുന്നത് കൊണ്ട് നിരന്തരമായി ആ കലകളൊക്കെ തന്നെ അന്യം നിൽക്കാതെ അത് തുടർന്നു കൊണ്ടുപോകാൻ നമുക്ക് കേരളത്തിന് കഴിയുന്നത് ഈ വിദ്യാലയങ്ങളിൽ നിന്ന് തുടങ്ങുന്ന കലോത്സവങ്ങളുടെ ഭാഗം. LP വിഭാഗത്തിൽ നടന്ന മത്സരങ്ങളിൽ ചേർപ്പ് CNN ഗേൾസ് LP, തലൂർ LFLP സ്വരന്തരപ്പള്ളി, സെന്റ് ആന്റണീസ് LP എന്നീ സ്കൂളുകൾ കൂടുതൽ പോയിന്റ് നേടി 1ാം സ്ഥാനം കരസ്ഥമാക്കി. UP വിഭാഗത്തിൽ ആലങ്ങാട് ശങ്കര UP സ്കൂളും, ഹൈസ്കൂൾ വിഭാഗത്തിൽ അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളും, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പെരിങ്ങോട്ടുകര GGHS UP സ്കൂളും, സംസ്കൃത കലോത്സവത്തിൽ തലൂർ സെന്റ് തെരേസ സ്കൂളും, ഹൈസ്കൂൾ സംസ്കൃത കലോത്സവത്തിൽ അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളും, LP അറബി കലോത്സവത്തിൽ ചേർപ്പ് GJBS പനംകുളം CM LP സ്കൂളും, UP അറബി കലോത്സവത്തിൽ CNN BHS സ്കൂളും, ഹൈസ്കൂൾ അറബി കലോത്സവത്തിൽ കുറുമ്പിലാവ് SBHS സ്കൂളുകൾ 1ാം സ്ഥാനത്തെത്തി. ചടങ്ങിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന കൗമാര കലകളുടെ ആകർഷകമായ പ്രകടനം സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുക. ഉപജില്ലാ കലോത്സവങ്ങളാണ് അതിൻ്റെ അടുത്ത പടി എന്നുള്ള രീതിയിൽ ജില്ലാതലത്തിലും സംസ്ഥാനത്തിലുടനീളം ഏറ്റവും ആകർഷകമായ രീതിയിൽ മത്സരം എന്ന് പറയുന്ന വാക്ക് ഞാൻ ഉപേക്ഷിച്ച് നിൽക്കുകയാണ്. സംഘി മത്സരങ്ങൾ നടക്കണമെങ്കിൽ തന്നെ ആ മത്സരം എന്ന് പറയുന്ന വാക്കും മാറ്റിവെച്ചുകൊണ്ട് കലകളുടെ വലിയ ഉത്സവങ്ങളാണ് നമ്മുടെ കലാലയ അന്തരീക്ഷങ്ങളിൽ നടക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംസ്ഥാന തലത്തിലുള്ള കലോത്സവവും നടക്കുകയാണ്. ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ച് കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിലെ
പൊതുസമൂഹമാകെ ഏറ്റെടുക്കുന്ന ഒരു പരിപാടി കൂടിയാണ് സ്കൂൾ തല കലോത്സവങ്ങളൊക്കെ. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം 2024 തുടക്കമായി. കേരളോത്സവത്തിന് മുന്നോടിയായി നടന്ന വിളംബര ജാഥ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് VN സുരേഷ് അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ വിദ്യ രമേശ്, അനിത അനിലൻ, ജോസ് ചാക്കേരി, KB പ്രജിത്ത്, കൃഷ്ണകുമാർ, പ്രിയലത പ്രസാദ്, നസിജ മുത്തലീഫ്, സുനിത ജിനു, ധന്യ സുനിൽ, സിനി പ്രദീപ്, ശ്രുതി വിജിൽ, EV ഉണ്ണികൃഷ്ണൻ, കുടുംബശ്രീ അംഗങ്ങൾ, അംഗനവാടി ആശാ വർക്കർമാർ എന്നിവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ഇന്ന് വിളംബര ജാഥ നടത്തുകയാണ്. 29 മുതൽ ഡിസംബർ 8 വരെ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോട് കൂടിയിട്ടാണ് നമ്മുടെ കേരളോത്സവം നടത്താൻ പോകുന്നത്. എല്ലാ ക്ലബ്ബുകളുടെയും അതേപോലെ തന്നെ ജനപ്രതിനിധികളുടെയും മറ്റ് സംഘടനാ പ്രവർത്തകരുടെയും എല്ലാവരുടെയും നിസ്വാർത്ഥമായ സഹകരണം ഈ കേരളോത്സവത്തിന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വിളംബര ജാഥ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതെന്ന് അറിയിക്കുകയാണ്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്തം നവകേരളം എന്ന ആശയം ഉയർത്തിപ്പിടിച്ച് കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട് വൃത്തിയായി സൂക്ഷിക്കുക, അത് സൂക്ഷിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് അല്ലേ? നിങ്ങളിപ്പോൾ സ്കൂളിൽ വരുന്ന സമയത്ത് റോഡ് സൈഡിലൊക്കെ ഒരുപാട് വേസ്റ്റ്, പാമ്പേഴ്സ്, അങ്ങനെ ഫുഡ് വേസ്റ്റ്, പ്ലാസ്റ്റിക്, ഇതൊക്കെ ഒരു ഉപേക്ഷിച്ച നിലയിൽ കാണാറുണ്ടാവും. വഴിയരികിൽ എല്ലാവരും കാണാറുണ്ട് അല്ലേ? ഇതാരായിരിക്കും ഇത് ചെയ്യുന്നത്? മനുഷ്യരായിരിക്കും. ശരി, എങ്ങനെയുള്ള മനുഷ്യരായിരിക്കും? എന്തായിരിക്കും അവർ ചിന്തിക്കുന്നത്? ശരി, കറക്റ്റ് അല്ലേ? നേരത്തെ ജോൺസൺ പറഞ്ഞ പോലെ വീട്ടിൽ നമ്മളെ പച്ചക്കോട്ടിന്റെ ചേച്ചിമാര് വരുമ്പോ അവർക്ക് പൈസ കൊടുത്ത് പ്ലാസ്റ്റിക് കൊടുക്കണേക്കാൾ നല്ലതല്ലേ പൈസ ഒന്നും ചെലവില്ലാതെ നമ്മൾ രാവിലെയോ വൈകിട്ടൊക്കെ പോകുന്ന സമയത്ത് ആരും കാണാതെ റോട്ടിലേക്ക് എറിയുന്നത് അല്ലേ? മിടുക്കി എന്ന പേര് അനുഗ്രഹ. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ അധ്യക്ഷത വഹിച്ചു. മുൻകാലങ്ങളിൽ നമ്മൾ പുറത്തേക്ക് പോയില്ലേ, പുറത്തേക്കൊക്കെ പോകുമ്പില്ലേ, നമ്മൾ ഇടാറില്ലേ? പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഒരു കവറിലൊക്കെ ആക്കിയിട്ട് പുറത്തേക്ക് ഇടൂല്ലേ? ആദ്യകാലങ്ങളിൽ ഏതാണ്ടികളോ ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ പ്ലാസ്റ്റിക് പുറത്തേക്ക് ഇടും. അത് നമ്മൾ രസമായിട്ട് നമ്മൾ ഇടും അല്ലേ? ഇപ്പോൾ ഒരു 3-3.5 വർഷക്കാലത്തോളമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ വളരെ ശക്തമായ രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനമായി ബന്ധപ്പെട്ട് എല്ലാ വീട്ടിലേക്കും വരുന്നു, പ്ലാസ്റ്റിക് ശേഖരിക്കുന്നു. നമ്മൾ വളരെയധികം സന്തോഷപൂർവ്വം അല്ലേ, വളരെ സന്തോഷമായിട്ടല്ല 50 രൂപ കൊടുക്കുക, വളരെ സന്തോഷമായിട്ട് 50 രൂപ കൊടുക്കും. വീട്ടിൽ നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കില്ല അല്ലേ? വീട്ടിൽ പ്ലാസ്റ്റിക് കത്തിക്കാറില്ല. അതേപോലെ തന്നെ പുറത്തേക്ക് നമ്മൾ പോകുമ്പോൾ വഴിയരികിൽ നമ്മൾ കവറിൽ പ്ലാസ്റ്റിക് ഇടാറില്ല അല്ലേ? ഇതൊന്നും നമ്മൾ ചെയ്യാത്ത കുട്ടികളായിട്ട് മാറി. അവണിശ്ശേരി പഞ്ചായത്തിലെ 4 വിദ്യാലയങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ ഹരിതസഭയിൽ പങ്കെടുക്കുകയും മാലിന്യമുക്ത ഗ്രാമം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. വിദ്യാലയങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനം വിലയിരുത്തി പഞ്ചായത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാമെന്നും വിദ്യാർത്ഥികൾ ഉറപ്പു നൽകി. ഹരിതസഭയിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മെമ്പർ ജോയ് പയ്യപ്പള്ളി, ഹെഡ് മിസ്ട്രസ് ജിജി മോൾ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രുതി OB, ശുചിത്വ മിഷൻ കോർഡിനേറ്റർമാരായ നന്ദിനി, നീതു, ശ്രുതി, സുരേന്ദ്രൻ, ഗോകുൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചൊവ്വൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന ഊട്ടുതിരുനാൾ പന്തലിന്റെ കാൽനാട്ടൽ ചടങ്ങ് നടന്നു. ഡിസംബർ 3 തിരുനാൾ ആചരിക്കും. തിരുനാളിന്റെ ഭാഗമായി നവംബർ 30 ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 6:40 പാലാ കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന തച്ചൻ എന്ന നാടകം ചൊവ്വൂർ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും.
ചേർപ്പ് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിൽ 501 പോയിന്റോടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയതിന്റെ വിജയാഘോഷം പങ്കുവച്ച് അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഹൈസ്കൂൾ വിഭാഗത്തിൽ തുടർച്ചയായി 5 വർഷം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ സ്കൂൾ ഹൈസ്കൂൾ സംസ്കൃത വിഭാഗത്തിൽ ഓവറോൾ 1ാം സ്ഥാനവും ഹയർ സെക്കൻഡറി ജനറൽ വിഭാഗത്തിൽ ഓവറോൾ 2ാം സ്ഥാനവും UP വിഭാഗം ജനറൽ കാറ്റഗറിയിൽ 2ാം സ്ഥാനവും നേടിക്കൊണ്ടാണ് ഉന്നത വിജയം നേടിയത്. 82 ഇനങ്ങളിലായി 200 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. 15 പേർ ഫസ്റ്റ് ഗ്രേഡ് വാങ്ങി ജില്ലാതലത്തിലേക്ക് അർഹത നേടി. ഹൈസ്കൂൾ വിഭാഗത്തിൽ 243 പോയിന്റോടെയാണ് വിദ്യാലയം ഒന്നാമതെത്തിയത്. UP വിഭാഗത്തിൽ 16 ഇനങ്ങളിലായി 78 പോയിന്റ് നേടിയാണ് വിദ്യാലയം 2ാം സ്ഥാനം അലങ്കരിച്ചത്. സംസ്കൃതം ഹൈസ്കൂൾ വിഭാഗത്തിൽ 78 പോയിന്റ് നേടിക്കൊണ്ട് 1ാം സ്ഥാനത്തിന് വിദ്യാലയം അർഹമായി. കുട്ടികളുടെ അശ്രാന്ത പരിശ്രമവും രക്ഷിതാക്കളുടെ സഹകരണവും പ്രോത്സാഹനവുമാണ് വിദ്യാലയത്തെ ഈ വിജയം കൈവരിക്കുന്നതിന് സഹായിച്ചതെന്ന് പ്രധാന അധ്യാപകൻ പറഞ്ഞു. വിദ്യാലയ ചരിത്രത്തിലെ മറ്റൊരു സുവർണ നേട്ടം കൂടിയാണ് അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് നേടാൻ സാധിച്ചതെന്ന് കൂട്ടിച്ചേർത്തു. ചേർപ്പ് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിൽ LP ജനറൽ വിഭാഗത്തിൽ ഓവറോൾ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിൽ അനുമോദന യോഗവും ഘോഷയാത്രയും സംഘടിപ്പിച്ചു. അനുമോദന യോഗം പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. ആഹ്ലാദത്തിന്റെ ദിവസമാണ് അല്ലേ? നമുക്ക് 56 സ്കൂളുകൾ കലോത്സവത്തിൽ പങ്കെടുത്തിട്ട് നമ്മുടെ അമ്മാടത്തെ GLPS സ്കൂളിന് 3ാം സ്ഥാനമാണ്. അതൊരു ചെറിയൊരു കാര്യമല്ല അല്ലേ? ഇപ്പൊ നേരത്തെ PTA പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമുക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ സ്കൂളിന് കലോത്സവത്തിൽ പങ്കെടുത്തിട്ട് 3ാം സ്ഥാനം നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് സ്ഥാനം 3ആണെങ്കിൽ നമ്മുടെ കൊള്ളില് 1ാം സ്ഥാനമാണ് അല്ലേ? നമുക്ക് ഭയങ്കര ആഹ്ലാദമുള്ള ദിവസമാണ് നമുക്കിന്ന്. നമ്മുടെ കുട്ടികളെല്ലാം നല്ല രീതിയിൽ തന്നെ 11 മത്സരങ്ങളിൽ നമ്മൾ A ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. 13 മത്സരങ്ങൾ പങ്കെടുത്തതിൽ 11ൽ നമുക്ക് A ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പ്രയത്നിച്ചത് നമ്മുടെ അധ്യാപകരും അതുപോലെ തന്നെ പാരന്റ്സും PTA പ്രസിഡന്റും ഒക്കെ വളരെ അധികം എന്താ പറയാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്, നിങ്ങളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അതിന് ഈ പങ്കെടുത്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് പാറളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ മാത്യൂസ് അധ്യക്ഷത വഹിച്ചു. സന്തോഷത്തോടു കൂടിയാണ് രക്ഷിതാക്കളും ടീച്ചർമാരും നമ്മളെ ടീച്ചർമാർ തന്നെ അവരുടെ എല്ലാ പ്രയത്നങ്ങളും എടുത്ത് കുട്ടികളെ പരിശീലിപ്പിച്ച് അവർക്ക് വേണ്ട എല്ലാ മികവുകളും അവരിലേക്ക് എത്തിക്കാൻ ടീച്ചർമാർ വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാം, സമീപ സ്കൂളുകളിലും പ്രൈവറ്റ് സ്കൂളിലൊക്കെ ഓരോ കുട്ടികൾക്കും ട്രെയിനിങ് വെച്ചിട്ടാണ് ഓരോ മാഷുമാരെയും ടീച്ചർമാരും വെച്ച് പരിശീലിപ്പിച്ച് ഫീസ് ഈടാക്കിയിട്ടാണ് അവരെല്ലാവരും 1ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. നമ്മുടെ സ്കൂളിലാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കഴിവ് കണ്ടെത്തി നമ്മുടെ ടീച്ചർമാരുടെ പ്രയത്നം കൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് ഈ പരിശ്രമം ഇതൊക്കെ കിട്ടിയിട്ടുള്ളത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദനൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ, സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ചെയിനി ചാക്കോ, സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ടോബി തോമസ്, PTA പ്രസിഡന്റ് റോസ്മേരി അപേഷ്, MPTA പ്രസിഡന്റ് സുമിത സുരേഷ്, സ്കൂൾ ഹെഡ് മിസ്റ്റർ ശ്രീജ TK, സീനിയർ ടീച്ചർ ഷീജ CA എന്നിവർ സംസാരിച്ചു. അനുമോദന യോഗത്തിൽ ഓവറോൾ ട്രോഫി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ വിദ്യാലയത്തിന് കൈമാറി. സമ്മാനാർഹരായ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും മൊമെന്റോകളും വിതരണം ചെയ്തു. ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിൽ കലോത്സവ വിജയികൾക്കായി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു.
സ്കൂൾ പ്രധാനാധ്യാപകൻ രാജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്ന ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിൽ മുഴുവൻ പോയിന്റും നേടി LP വിഭാഗത്തിൽ ചേർപ്പ് CNN ഗേൾസ് LP സ്കൂൾ ജനറൽ വിഭാഗത്തിൽ ഓവറോൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. അറബിക് വിഭാഗത്തിൽ ഓവറോൾ 2ാം സ്ഥാനവും നേടി. കൺവീനർമാരായ ശ്രീജ, സുമയ്യ എന്നിവർ നേതൃത്വം നൽകി. പുതിയ സ്കൂൾ പാഠപുസ്തകത്തിൽ ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി വരച്ച ചിത്രങ്ങളും ഉണ്ടാകും. ഊരകം കടുകപ്പറമ്പിൽ രതീഷിന്റെയും ജിനിയുടെയും മകളായ KR രേവതിക്കാണ് ഭാഗ്യം കൈവന്നത്. പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള പാഠപുസ്തകത്തിൽ വരയ്ക്കാൻ സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട 15 വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഈ ചിത്രകാരി. ജില്ലയിൽ നിന്നും 2 പേരെയാണ് ഇതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. തിരുവനന്തപുരം SCRTയിൽ വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ നടക്കുന്ന ശില്പശാലയിലേക്ക് രേവതിക്ക് ക്ഷണം എത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ നടന്ന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ പെൻസിൽ ഡ്രോയിങ്ങിൽ 1ാം സ്ഥാനവും A ഗ്രേഡും വാട്ടർ കളറിൽ A ഗ്രേഡും നേടിയിട്ടുണ്ട് രേവതി. മാതാപിതാക്കൾക്ക് പുറമെ സ്കൂളിലെ മുൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ജലജ, സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ TG തോമസ് എന്നിവരുടെ പ്രോത്സാഹനങ്ങളാണ് രേവതിക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള ഊർജ്ജമായതെന്ന് രേവതി പറഞ്ഞു. 2, 4, 6, 8, 10 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളിൽ ചിത്രങ്ങൾ വരയ്ക്കാനാണ് ഈ ചിത്രകാരിയെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ശാസ്താംകടവ് പ്രദേശത്തെ ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടന്നൂർ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് K നന്ദകുമാർ, ബൂത്ത് പ്രസിഡന്റ് ജോസ് ചാഴൂർ എന്നിവർ നേതൃത്വം നൽകി. ശാസ്താംകടവിൽ നിന്ന് ധാരാളം ആളുകൾ തൃശൂരും സമീപ പ്രദേശങ്ങളിലും ജോലി ചെയ്യുന്നവരാണ്. തൃശൂരിൽ നിന്നും വൈകിട്ട് 7 മണിക്ക് ശേഷം ശാസ്താംകടവ് പ്രദേശത്തേക്ക് ബസ്സുകൾ ഓടാത്തത് ശാസ്താംകടവ് പ്രദേശത്തെ യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ശാസ്താംകടവ് ബസ്സുകൾ വൈകിട്ടുള്ള ട്രിപ്പ് കോടന്നൂരിൽ അവസാനിപ്പിക്കുകയാണ് പതിവ്. കാലങ്ങളായി ചേർപ്പിലേക്കുള്ള ബസ്സും ശാസ്താംകടവിലേക്ക് വരാറില്ല. ശാസ്താംകടവ് പ്രദേശത്തെ ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്ന് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ ആവശ്യപ്പെട്ടു. തൃപ്രയാറിൽ സ്വകാര്യ ബസ് ഇടിച്ച് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ ഉത്സവ കച്ചവടക്കടയിലേക്ക് ഇടിച്ചുകയറി. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെ തൃപ്രയാർ പോളി ജംഗ്ഷനിലായിരുന്നു അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൃശൂരിൽ നിന്നും തൃപ്രയാറിലേക്ക് വന്നിരുന്ന ബസ് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ നിന്ന് ടെമ്പിൾ റോഡിലേക്ക് കടന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ചൂലൂർ സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ചെത്തിയ കച്ചവട കടയിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. കടയിലുണ്ടായിരുന്ന സാധനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വലപ്പാട് പോലീസ്, കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജു എന്നിവർ സ്ഥലത്തെത്തി. ദേശീയപാത മണലിയിൽ വീണ്ടും ലോറി മറിഞ്ഞു. മണലിയിൽ നിന്ന് മടവാക്കര റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് ലോറി മറിഞ്ഞത്. കോട്ടയത്ത് നിന്ന് ആക്രി സാധനങ്ങളുമായി കഞ്ചിക്കോട്ടേക്ക് പോയിരുന്ന ലോറിയാണ് മറിഞ്ഞത്. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. ലോറി ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മടവാക്കര റോഡിന്റെ പ്രവേശന ഭാഗത്തെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടത്തിന് കാരണം. ഈ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് രൂപപ്പെട്ട ഗർത്തത്തിൽ വീണാണ് വാഹനങ്ങൾ മറിയുന്നത്. വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ടോൾ ഒഴിവാക്കി പോകുന്നതിനായി ഉപയോഗിക്കുന്ന പാതയാണിത്. ചാലക്കുടി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തിരിയാൻ സ്ഥലമില്ലാത്തത് അപകടത്തിനിടയാക്കുന്നുണ്ട്. ഒരാഴ്ചക്കിടെ 2ാമത്തെ ലോറിയാണ് ഇവിടെ മറയുന്നത്. കുത്തനെയുള്ള ഇറക്കവും വളവുമുള്ള റോഡിൽ ഗർത്തം രൂപപ്പെട്ടതോടെ അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. മടവാക്കര റോഡിന്റെ പ്രവേശന ഭാഗം വീതി കൂട്ടി നിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ഹോട്ടൽ നടത്തിപ്പുകാർ അറസ്റ്റിൽ. സെയിൻ ഹോട്ടൽ നടത്തിപ്പുകാരായ കയ്പമംഗലം സ്വദേശി ചെമ്മണിയിൽ വീട്ടിൽ റഫീഖ്, കാട്ടൂർ പൊന്നനം സ്വദേശി ചിറക്കുഴി വീട്ടിൽ അസ്ഫീർ എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ മെയ് 25-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. പെരിഞ്ഞനം കുറ്റിലക്കടവ് രായമരക്കാർ വീട്ടിൽ ഉസൈബയാണ് വിഷബാധയേറ്റ് മരിച്ചത്. 250ഓളം പേർക്കാണ് അന്ന് ഭക്ഷ്യവിഷബാധയേറ്റത്. സംഭവത്തിന് ശേഷം പോലീസും ആരോഗ്യ വിഭാഗവും ചേർന്ന് ഹോട്ടൽ അടപ്പിക്കുകയും നടത്തിപ്പുകാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ച പ്രതികളോട് അന്വേഷണ ഉദ്യോഗസ്ഥർ മുൻപാകെ കീഴടങ്ങാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ഇതുപ്രകാരം 2 പേരും കയ്പമംഗലം പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ 2 പേരെയും കോടതി റിമാൻഡ് ചെയ്തു. തൃശൂർ ചാവക്കാട് മണത്തല അയിനപ്പുള്ളിയിൽ കാർ ഡിവൈഡറിൽ ഇടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശികൾക്കാണ് പരിക്കേറ്റത്.
50 വയസ്സുള്ള ബിജോയ്, സഹോദരി 49 വയസ്സുള്ള ഷീബ, ഷീബയുടെ മകൾ 22 വയസ്സുള്ള അന്ന എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 5:45ഓടെയായിരുന്നു അപകടം. കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് ദേശീയപാതയിലെ ഡിവൈഡറിലിടിക്കുകയായിരുന്നു. അപകടം കണ്ട് ഓടിക്കൂടിയവർ ചേർന്ന് പരിക്കേറ്റവരെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7090 രൂപ, പവന് 56,720 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണു. കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം 2024 തുടക്കമായി. കേരളോത്സവത്തിന് മുന്നോടിയായി നടന്ന വിളംബര ജാഥ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്തം നവകേരളം എന്ന ആശയം ഉയർത്തിപ്പിടിച്ച് കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചെവൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന ഊട്ട് തിരുനാൾ പന്തലിന്റെ കാൽനാട്ടൽ ചടങ്ങ് നടന്നു. ഡിസംബർ 3 തിരുനാൾ ആചരിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.